ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരും. അതിൽ കൃത്യമായി തന്നെ പല സർവേകളും സൂചിപ്പിക്കുന്നത് NDA ഏകപക്ഷീയമായി മുന്നേറും, BJPക്കും JDUവിനും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ അതിനിടയിലാണ് ഇന്നലെ ഒരു സർവേ ഫലം പുറത്തു വന്നത്. അതനുസരിച്ചാണെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അതിൽ പറയുന്നത് ഈ പുറത്തു നിന്ന് നോക്കുമ്പോൾ NDA മുന്നണിയിൽ പ്രശ്നങ്ങളില്ല, പക്ഷെ JDU LJPയും തമ്മിൽ വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. JDUവിനെ പാലം വലിക്കാൻ LJP വലിയ രീതിയിൽ ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി BJPയും ബാധിക്കുമെന്നാണ് ആ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജെൻസി സമൂഹം, ആ യുവതലമുറ വലിയ രീതിയിൽ തന്നെ ഈ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള കണക്കുകൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ആ കണക്കുകൾ ഇങ്ങനെയാണ്: ജെൻസി യുവതലമുറയുടെ 46% വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് ലഭിക്കുന്നത് വെറും 37%. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് വോട്ടർ അധികാർ യാത്രയും വോട്ട് ചോരി ആരോപണവുമെല്ലാം യുവാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് ആ ജെൻസി സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, അണുബോംബ് ആരോപണമായാലും ഹൈഡ്രജൻ ബോംബ് ആരോപണമായാലും അത് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പലതവണ ആവർത്തിച്ച് പറയുന്നത് ഈ ജെൻസിയാണ്. അതിനെ പൂർണ്ണമായി തന്നെ പലരും, പ്രതിപക്ഷ പാർട്ടികൾ അത് ജെൻസിയെ തെരുവിലിറക്കി ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമമായി ചുരുക്കിക്കണ്ടിരുന്നു. പക്ഷെ അത് ചുരുക്കിക്കാണേണ്ട കാര്യമല്ല എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാകുന്നത്. ചെറിയ സംഖ്യയിൽ 46-37 വ്യത്യാസം വലിയ രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ യുവതലമുറയുടെ വോട്ടുകൾ ഈ സഖ്യത്തിന് അനുകൂലമായി വരികയാണ്. അത് മറ്റൊരു കാരണമുണ്ട്. നാം അവിടെ NDA മുന്നണിയിൽ പരിശോധിക്കുകയാണെങ്കിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് നമുക്കറിയാം, 10-20 കൊല്ലക്കാലമായി അവിടെ ഭരണം നടക്കുന്നു. ആ സംസ്ഥാനത്ത് നിലവിൽ നിന്ന ജംഗിൾ രാജിനെ കുറച്ച് ഒരു 30-40 വയസ്സുള്ള ആൾക്കാർക്കെല്ലാം കൃത്യമായ ധാരണയുണ്ട്. 40-ന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് കൃത്യമായി തന്നെ RJDയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന ജംഗിൾ രാജ് ഭരണത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അവിടെ ഈ RJDയെ മാറ്റി നിർത്തുന്നത്. പക്ഷെ യുവതലമുറ നോക്കുമ്പോൾ നിതീഷ് എന്ന വൃദ്ധനായ മനുഷ്യൻ 20 വർഷത്തിലധികമായി തുടർച്ചയായി ഭരണം നടത്തുന്നു. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി പുതിയൊരു തലമുറയിലെ യുവാവിനെ കൊണ്ടുവരാനായി ജെൻസി സമൂഹം ആഗ്രഹിക്കും. അതുകൊണ്ടുള്ള വോട്ടും ഈ കണക്കിൽ നമുക്ക് വ്യക്തമാകും. പ്രത്യേകിച്ച് തേജസ്വി യാദവിന്റെ പ്രായം അറിയാം. അദ്ദേഹത്തിന് 40-ൽ താഴെ മാത്രമാണ് പ്രായമുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 5 സീറ്റുകൾ കൂടി നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാമായിരുന്നു. അന്നും യുവതലമുറയുടെ വലിയ പിന്തുണയാണ് അവിടെ ഈ തേജസ്വി യാദവിന് ലഭിച്ചത്. അന്ന് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകാൻ രണ്ട് പാർട്ടികൾ കാരണമായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയ പാർട്ടി കോൺഗ്രസ് ആണ്. മറ്റൊരു പാർട്ടി ഒവൈസിയുടെ പാർട്ടിയാണ്. ഒവൈസിയുടെ പാർട്ടി ഈ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി തന്നെ വിഭജിച്ചതിന്റെ ഫലമായിരുന്നു ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടി അന്ന് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത്, അന്നത്തെ UPAക്ക് ഉണ്ടായത്. മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോഴും ഇവിടത്തെ വോട്ടുകട്ടറായി മാറുന്നത് ജൻസ്വരാജ് പാർട്ടി, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഈ മികച്ച സംഘടനാ സംവിധാനമില്ല, അതോടൊപ്പം തന്നെ മികച്ച നേതാക്കളില്ല. ഇതെല്ലാം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായി തന്നെ RJDയെ ബാധിക്കും. പിന്നീട് നാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം ഈ തിരിച്ചടികളെ കുറിച്ച് മാത്രം പറയുമ്പോൾ അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കനൽ ഒരു തരി പാർട്ടിയല്ല, ബീഹാറിലുള്ള CPML ആണ്. CPML കുറച്ച് നാളുകളായി തന്നെ ബീഹാറിന്റെ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ ബീഹാറിൽ വളർച്ച കാണിക്കുന്ന ഒരേ ഒരു പാർട്ടി അത് CPML ആണ്. ആ CPML കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ നേടാൻ കഴിഞ്ഞെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2 MP സ്ഥാനം അവർക്ക് നേടാൻ കഴിഞ്ഞു. 4 സീറ്റുകളിൽ മത്സരിക്കുന്നു, 2 സീറ്റുകളെ അവർക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അവരായിരിക്കും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ കടത്തിവെട്ടി അവർ 2ാം സ്ഥാനത്തേക്ക് വരാനുള്ള, RJD ഇന്ത്യ മുന്നണിയിൽ 2ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നു. RJDക്ക് വലിയ രീതിയിൽ സീറ്റുകൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ 2ാം സ്ഥാനത്ത് CPML, 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും കോൺഗ്രസ്.
അങ്ങനെ പിന്തള്ളപ്പെടുമ്പോഴും ഈ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആശയങ്ങൾ അവിടെ നിലനിൽക്കുന്നതായി ഈ സർവേകൾ പരിശോധിക്കുമ്പോൾ അറിയാം. ഈ ജെൻസികളുടെ വലിയ പിന്തുണ ലഭിക്കുന്നു. എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാം അത് ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന, ദേശീയ രാഷ്ട്രീയത്തെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് നാളെ വരുന്നത്. പ്രത്യേകിച്ച് അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ 2024 തെരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ 52 സീറ്റിൽ നിന്ന് 99 സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചെങ്കിൽ പിന്നീട് നാം കണ്ട എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ പരാജയത്തിൽ നിന്ന് കരകയറാനുള്ളൊരു അവസരം, ആ കരകയറുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള, പ്രത്യേകിച്ച് നമുക്കറിയാം ബീഹാറിലും ആന്ധ്രാപ്രദേശിലും എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ബാധിക്കും. അല്ലാതെ ഇപ്പോൾ എന്തിനു പറയുന്നു, ഈ ഗുജറാത്തിൽ പോലും കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ അത് വലിയ രീതിയിൽ ബാധിക്കാറില്ല. അത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും. പക്ഷേ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ രണ്ട് ഘടകകക്ഷികളായ JDUവും TDPയും ഈ രണ്ട് പാർട്ടികൾക്ക് സ്വാധീനമുള്ള ആന്ധ്രാപ്രദേശിലും ബീഹാറിലും എന്തെങ്കിലും രീതിയിൽ ഈ പാർട്ടികൾക്ക് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അവർ മുന്നണി വിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മുന്നണി വിടുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നാം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള എല്ലാ ബഡ്ജറ്റുകളും പരിശോധിച്ചാൽ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാകും ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പരിഗണന നൽകുന്നു. കോടാനുകോടി രൂപയുടെ ഫണ്ടിങ്ങുകൾ അവിടെ നടത്തുന്നു, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതിനേക്കാൾ പിന്നോക്കം നിൽക്കുന്ന പല സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും നൽകാത്ത പരിഗണന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും നൽകുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കുമെല്ലാം ഈ രണ്ട് സംസ്ഥാനങ്ങൾ എത്രത്തോളം വേണ്ടപ്പെട്ടതാണ്, എത്രത്തോളം ആ സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഈ ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. എന്തായാലും സർവേ ഫലം സൂചിപ്പിക്കുന്നത്, അവസാന ഘട്ടം വരുന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ആദ്യത്തെ സർവേകൾ പരിശോധിച്ച് നോക്കിയാൽ NDA മുന്നണിക്ക് 130നും അതോടൊപ്പം തന്നെ 160നും ഇടയ്ക്ക് സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, RJDയെ സംബന്ധിച്ചിടത്തോളം 80നും 110 സീറ്റുകൾക്കും ഇടയിൽ. അവിടെ നിന്നാണ് ഈ അവസാന ഘട്ടം വരുന്ന സർവേകൾ ഈ 130ൽ നിന്നും 120ലേക്ക് ചുരുങ്ങുകയാണ്. 120ന് താഴേക്ക് വരികയാണെങ്കിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടും. പിന്നീട് ഒരു റിസോർട്ട് രാഷ്ട്രീയം നാം കാണേണ്ടി വരും. മഹാരാഷ്ട്രയിലും കർണാടകയിലും കാണുന്നതിന് സമാനമായി തന്നെ ഒരു റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക് ബീഹാർ രാഷ്ട്രീയം ചുരുങ്ങുകയാണോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.